തൃശ്ശൂരിൽ മേയർ സംസാരിക്കുന്നുണ്ട്. ായിട്ടാണ് വന്നത് അന്ന് ഉള്ളത്. ഞാൻ എൻ്റെ വീടിനകത്ത് അന്നേ ദിവസം ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ഒരു ദിവസമെങ്കിലും സമാധാനമായി യേശു ലോകരക്ഷകൻ വരുന്നത് കാത്തു നിൽക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ലോകരക്ഷകനെ കാത്തു നിൽക്കുമ്പോൾ ഇവരാരോടും ചോദിക്കാണ്ട് കയറി വന്ന എൻ്റെ വീട്ടിൽ കയറരുത്, ലോകരക്ഷകനെ കാത്തിരിക്കുന്നു എന്നെനിക്ക് പറയാൻ പറ്റുമോ? മനസ്സിലായോ? അപ്പോൾ അവർ വന്നു, എനിക്കൊരു കേക്ക് തന്നു. ഒരു കേക്ക് ഞാൻ ദൈവത്തിനും കൊടുത്തു. ഇതാണോ തെറ്റ്? അത് അവരോട് ചോദിക്കണം. ഈ പറഞ്ഞ ആളോട് ചോദിക്കും, എവിടം കൊണ്ടാണ് എൻ്റെ BJP കണ്ടത്? ആരാ പറഞ്ഞ്? അവരോട് ചോദിക്കുക. എങ്ങനെയാണ് ആളോട് ചോദിക്കുക, എവിടം കൊണ്ടാണ് എൻ്റെ BJP കണ്ടതെന്ന് ചോദിക്കും. എൻ്റെ പ്രവർത്തന സന്ദർഭം എന്ത് ആള് തെളിയിക്കട്ടെ, വെറുതെ പറഞ്ഞാൽ പോരല്ലോ, തെളിയിക്കണം. ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതല്ല മര്യാദ. ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന് ഇന്ന് കാണുന്ന പഴയ കോർപ്പറേഷനാണോ ഇപ്പോൾ, പഴയ തൃശ്ശൂരാണോ ഇപ്പോൾ, പഴയ സിറ്റിയാണോ ഇപ്പോൾ? എന്നെ ഏൽപ്പിച്ച പണി 100% ഫുൾഫിൽ ചെയ്യുക, ജനങ്ങൾക്ക് ഗുണകരമായ പ്രവർത്തനങ്ങളിൽ ഇടപെടുക. അല്ലാതെ കണ്ട് ഇതുപോലെ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞു നടക്കലല്ല എൻ്റെ പണി, എൻ്റെ ഉത്തരവാദിത്വം. എന്താ BJP വർഗീയ പാർട്ടി? അവരുടെ വഴിക്ക് പോകട്ടെ, ഞാൻ എൻ്റെ വഴിയുണ്ട്. എനിക്കിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ പ്രസ്ഥാനവുമായി ഞാൻ മുന്നോട്ട് പോകുന്നു, അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അല്ലാതെ മറ്റൊന്നും എൻ്റെ മുന്നിലില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് VS കുമാർ വേഴ്സസ് MK വർഗീസ് പിള്ളയാണ്. അതിപ്പോൾ പാർട്ടി CPI ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള പിന്തുണ പിൻവലിക്കുന്നതല്ലേ? എനിക്കതിനെപ്പറ്റി അറിയില്ല, ഞാൻ അത്ര പഠിച്ചിട്ടില്ല ആ വിഷയത്തെക്കുറിച്ച്. അങ്ങനെ പഠിച്ചിട്ടില്ല. ഈ പാർട്ടിയുടെ VS കുമാർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ അഭിപ്രായ പ്രകടനം നടക്കുന്നുണ്ട്. അപ്പോൾ അവരെ പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലേ? അത് എന്നോട് ആരോട് ചോദിക്കും, എനിക്കറിയില്ലല്ലോ. ഞങ്ങൾ വലിയ അടുപ്പത്തിലുള്ള ആൾക്കാരാ, ഇന്നും അന്നും വലിയ അടുപ്പാ. ഇന്നേ വരെ ആളെ എന്നോട് വന്നത് ചോദിച്ചിട്ടില്ല. നിങ്ങളോടെ പറയണല്ലോ, എന്നോട് പറയണ്ടേ? എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. അത് അവരോട് ചോദിക്കണ്ടേ, എനിക്കറിയൂ. എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ ആളെ പുറത്താക്കാൻ പറ്റില്ല. താൻ അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റും. ആർച്ച് ബിഷപ്പിന് കൊടുത്തു, അവർ കുഴപ്പമില്ല. വർഗീസിന് ഞാൻ ക്രിസ്ത്യാനിയല്ലോടൂ. അന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരാളല്ലേ, ഒന്നാ ഇരിക്കേണ്ട ഒരെണ്ണം. എനിക്ക് കോൺഗ്രസ്സുകാരും കൊണ്ടുവന്നില്ല, എൻ്റെ സ്വന്തം പാർട്ടിയിൽ നിന്നും വന്നില്ല. എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല? എൻ്റെ സ്വന്തം പാർട്ടിയിൽ നിന്നും എനിക്കൊരു കേക്ക് തന്നില്ല. എന്താ അത് അവരോട് ചോദിക്കണം, എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടില്ല, വരാറില്ല. ആകെ ക്രിസ്മസിനാണ് എൻ്റെ അടുത്ത് വന്നേ, പിന്നെ വന്നിട്ടൊന്നുമില്ല. എന്താണ് എന്ത് അത് LDF നോക്കേണ്ട കാര്യം ഞാനല്ലല്ലോ. ഞാൻ എൻ്റെ അടുത്ത് വന്നു, നിങ്ങൾ ചോദിച്ചു, മറുപടി തന്നു. അത് LDFൻ്റെ നേതൃത്വം തീരുമാനിച്ചോട്ടെ, ഞാൻ തീരുമാനിക്കുന്നു. അതെ, അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഞാൻ അത്ര വലിയ വില കൽപ്പിക്കുന്നില്ല വിഷയത്തിന്, ഞാൻ അതിന് വില കൽപ്പിക്കുന്നില്ല. മനസ്സിലായ? ഞാൻ ഇത്രയേ ഉള്ളൂ. ആ പ്രസ്താവനയോട് എനിക്ക് അത്ര വില തോന്നുന്നില്ല. കാരണം അതൊക്കെ ഒരു ബാലിശമായ കാര്യമാണ്. അത്തരം പ്രസ്താവനകൾ സത്യത്തിൽ ഇടതുപക്ഷത്തിന്റെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്, സ്വാഭാവികമായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അത് ഇടതുപക്ഷത്തിന്റെ തന്നെ ദുർബലപ്പെടുത്തില്ലേ? എന്ത്? അതൊക്കെ അവർ നോക്കേണ്ട കാര്യമല്ലേ? ഞങ്ങളെ ദുർബലപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ അവർ അവർക്ക് പണി കൊടുക്കണ്ടേ? എൻ്റെ പണി എന്താ? ഞാൻ പറഞ്ഞു, എൻ്റെ ചുമതല തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയറായിട്ട് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 2000 മുതൽ 2024 കഴിയുന്നത് വരെ ഞാൻ എൻ്റെ മനസാക്ഷിയോട് ചോദിച്ച് ഇവിടെ ഇടതുപക്ഷത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു കോർപ്പറേഷനാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതിനകത്ത് വല്ല അപാകത ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അത് അദ്ദേഹത്തിൻ്റെ, എൻ്റെ കുഴപ്പമില്ലല്ലോ. ബോധ്യപ്പെടണോ? അദ്ദേഹത്തിനത് ബോധ്യപ്പെട്ടോളും എന്നാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. ഞങ്ങൾക്ക് ഞാൻ രാഷ്ട്രീയ ചർച്ചയ്ക്ക് പോകാറില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം, ഞാൻ ഇങ്ങനെയുള്ള അങ്ങനത്തെ ഒരു ചിന്തയുള്ളവനല്ല. ഞാൻ പറഞ്ഞില്ല ഇതിനുണ്ട്. അതെ, ഇടതുപക്ഷമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾ വിശ്വസിച്ചോളൂ. ഇപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒന്നേ ഉള്ളൂ, അത് ഇടതുപക്ഷമാണ്. ഓക്കെ, താങ്ക് യു. ടിക്കറ്റോളം നമ്മൾ വ്യാപാരി വ്യവസായം അതുപോലെ തന്നെ ഈ മറ്റു വഴി
സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് 3000 ടിക്കറ്റ്. അപ്പോൾ മറ്റേ ബോച്ച പറഞ്ഞതിന് ഒരു ചേഞ്ച് ഉണ്ട്. ഒരു 3000 ടിക്കറ്റോളം വ്യാപാര വ്യവസായ ഇടതുപക്ഷമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ. അതേ ഉള്ളൂ, വിശ്വസിച്ചോളൂ. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ക്രിസ്മസ് ആണ്, സൗഹൃദം പങ്കുവെക്കുന്നത് തെറ്റില്ല, നല്ല കാര്യവുമാണ്. ഞാൻ പറയുന്നത് ഈ BJP-കാരുടെ ഒരു കാര്യം എന്ന് പറയുന്നത് പോലെയാണ്. കാരണം അദ്ദേഹം ലോകരക്ഷകനെ കാത്തിരിക്കുമ്പോൾ അതാ വരുന്നു BJP പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് കേസുമായിട്ട് വരുന്നു. MK വർഗീസിന്റെ അവസ്ഥ അതാണ്. ഇതുപോലെ നമ്മൾ മറ്റൊരു കാര്യം കേട്ടിട്ടുള്ളതാണ്. ആക്കുളത്ത് ഫ്ളാറ്റിൽ വെറുതെ കുടുംബവുമായിട്ടിരിക്കുമ്പോൾ EP ജയരാജനെ കാണാൻ വേണ്ടി വരുന്നു അതാ പ്രകാശ് ജാവ്ദേക്കർ. രണ്ട് കാര്യങ്ങളാണ്. ഒന്നിൽ നമ്മൾ ഈ MK വർഗീസിന്റെയും EP ജയരാജന്റെയൊക്കെ നിഷ്കളങ്കത നമ്മൾ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ BJP-കാർ ഇനിയെങ്കിലും ഇങ്ങനെ ചെന്ന് കയറുമ്പോൾ അതിനു മുൻപേ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് മുൻകൂട്ടി പറഞ്ഞ് ചെല്ലാതെ ഇത്തരത്തിലുള്ള ഇടതുപക്ഷ നേതാക്കളെ പ്രതിസന്ധിയിലാക്കരുത്.